ഫ്രൈഡേ ആയിരിക്കുകയാണ് ഗൈസ്. ഫൈനലി ഈ ആഴ്ച ഒരു 2 ദിവസം പണിയെടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഫ്രൈഡേ ആകുമ്പോഴത്തേക്കൊരു എക്സൈറ്റ്മെൻറ്റാണ് ഒരു ഫ്രൈഡേ നിൽക്കുമ്പോൾ. ഓക്കെ, സോ ഫ്രൈഡേ ഉള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് കൈയടിക്കണേ. ഫ്രൈഡേ ആകുമ്പോഴുള്ള പ്ലാൻ, സത്യം പറഞ്ഞ പ്ലാൻ എന്താ? മെയിൻ ഒരു പ്ലാൻ ഉണ്ട്. നമ്മുടെ കൂട്ടുകാരൻ വരുന്നുണ്ട്, ആദർശ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരനുണ്ട്. അവനാണ് എനിക്ക് ആ ലെൻസൊക്കെ തന്നെ. എന്നെപ്പോലെ തന്നെ ജാപ്പനീസ് റാമൻ അതൊക്കെ ഭയങ്കര ക്രേസുള്ളവനാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്ലാൻ? അടുത്ത 3-4 ദിവസത്തേക്ക് ഫുഡ് അടിയായിരിക്കും. ഞാൻ തടി വെച്ച് ഒരു ലെവലാവും മിക്കവാറും. അടുത്ത മാവേലി ആവേണ്ട ചാൻസ് ഉണ്ട്. പക്ഷേ ഫുഡ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നോക്കട്ടെ. അപ്പോൾ അവനിപ്പോൾ വരും. അവൻ വൈറ്റിലെത്തി എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. മെട്രോ ഒക്കെ പിടിച്ചും കൂടെ ഓടി വരുന്നുണ്ട്. പറ്റുവാണെങ്കിൽ പുറത്ത് പോയിട്ട് ഒരു ഷോപ്പിംഗ് പോലത്തെ എന്തൊരു പ്ലാനും പറയണ്ടായി. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നല്ല ഫുഡ് അടിക്കാൻ പോകാം. പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല റാമൻ കിട്ടുന്ന കടയിൽ തന്നെ പോവാം. റാമൻ കഴിക്കാനാണെങ്കിൽ 2 സ്ഥലമാണ് നല്ലത്. ബട്ട് നോക്കട്ടെ, എനിക്ക് ഉറപ്പില്ല ഏത് വേണം, ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന്. ബട്ട് ഇതാണിപ്പോൾ മനസ്സിൽ. എന്നാലും ഗോൾഡൻ അവർ ലൈറ്റൊക്കെ ഇട്ടത്. ലൈറ്റ് ഉണ്ടോ? ആ ലൈറ്റ് അല്ലേ? അപ്പോൾ ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് നല്ല സെറ്റ് ലൈറ്റൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ഒക്കെ നോക്കട്ടെ, അവൻ വരട്ടെ. അവൻ വന്നിട്ടൊക്കെ എന്തായാലും പോവാം എവിടെയെങ്കിലും. അവൻ മരണമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചെക്കൻ വെറുതെ ജോലിയാണ്. ഓക്കെ, ബൈ. പോയി പിക്ക് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അവൻ ആലുവയിൽ നിൽക്കാതെ കുറേ നേരമായി. ഒരു വണ്ടിയും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയത്തോണേ ഒരു 7 മണി ആവണം. അപ്പോൾ അവൻ 1 മണിക്കൂറായിട്ട് അവിടെ പോസ്റ്റാണ്. അപ്പോൾ ഞാൻ അവനെ പോയി പിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവാം. അവന് ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ കാക്കനാട് ഒരു മെണ്ടെന്നുകൊണ്ടൊരു കടയുണ്ട്, അവിടെ പോകണോ അതോ വെസ്റ്റ് സൈഡ് സ്റ്റുഡിയോ അങ്ങനത്തെ എവിടെയെങ്കിലും പോകണോ എന്ന് ആലോചിക്കാം. എന്തായാലും അവൻ വരട്ടെ, നോക്കട്ടെ. ഓക്കെ, അവൻ വരുമ്പോൾ കാണാം. ദേ വരുന്നു അവൻ. ബാമുന്നെ ബാ ബാ ബാ. ഹലോ. സാധാരണ ഒക്കെ ഫ്രണ്ടിലല്ലേ കയറണം, ഇവനെന്താ ബാക്കിൽ കയറണം? ഓറ പോയി ഒറ്റ ഇടി നേരെ ബാക്കിലോട്ട് ബാക്കിൽ. ഹലോ, എവിടെയായിരുന്നു? ഇവിടെ ഇങ്ങനെ എന്റെ അച്ഛനമ്മയും കാണുന്ന സാധന. അവളെ പേടിക്കൊന്നും ഇല്ലേ? ഓക്കെ, എപ്പോഴത്തും പോലെ നല്ല സാധനം. സൈസ് ഉണ്ടാവൂല. 32 അല്ലെങ്കിൽ 30 വേണ്ട, 38. വേറെ സാധനം, വേറെ സാധനം കൊണ്ട് പക്ഷെ എടുക്കാൻ പറ്റില്ല. ആദർശ് വിളിക്കണം, ഒരു മിനിറ്റ്. എന്താടാ എടാ? ഇനിമോ തീ ആദ്യം മെനക്കാണ്. ആദ്യം മെനക്കാണ്. നീ ഡാർക്കായി പോയി, ഫേസ് ഡാർക്കായി പോയി. അതേപോലെ സ്കിൻ ടോണായിട്ട് വെച്ച് നോക്കും. മറ്റേതായിട്ട് നോക്കി. ഓക്കെ, അവൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പുറത്തോട്ട് വേടാ. ഓക്കെ, പറക്ക്. ഒളിഞ്ഞു നോക്കൂട്ടാ. ഇത് കൊള്ളാം. വലിയ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, എനിക്കുള്ളതൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ അവൻ വരട്ടെ, അവനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് എന്തോ വെസ്റ്റ് സൈഡാണ് എൻ്റെ സ്ഥലം. വെസ്റ്റ് സൈഡ് അല്ലെങ്കിൽ സ്നിച്ചിൽ നിന്നാണ് എനിക്ക് സാധനങ്ങൾ കിട്ടാറ്. മേടിക്കുകയാണ്. എത്ര റിച്ച്? ഓ, അപ്പം ഇന്നത്തെ ഫുഡ് 9 ഒരു സ്ഥലത്ത് തീർന്നിരിക്കുകയാണ്. ഇനി ബാക്കി 4000. ഇവൻ നീയാണ് എംപി ഓടിക്കണേ. ഇതേ എൻ്റെ വണ്ടിയാണ്, എൻ്റെ വണ്ടിയാണ്. അത് പ്രേതമായിട്ട് കിടക്കണ നോക്കി. നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് എത്തിയൊക്കെയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ചാട്ട് കിട്ടുന്ന കട. അത് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ദൂരം വന്നേക്കുന്നത്. ഇതുണ്ടോ ഇവിടെ ഫുൾ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അതെ, ആ സാധനം സമൂസ ചട്ട. അതിന് വേണ്ടിയാണ് ഇവിടുത്തെ കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വരുന്നത്. ഇതാണ് സാധനം. 2 സാധനം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തതാണ്. അതെ, ഇതിനകത്ത് ദഹിയില്ല, അനാറും ഇല്ല. അനാറ് എനിക്ക് വേണ്ട. കഴിച്ചോക്ക്.
ഓക്കെ നല്ല നല്ല സെറ്റ് ചായ വന്നിട്ടുണ്ട്. തലവേനല്ല നിനക്ക് കുട്ടിയടാ. ഓക്കെ, ആദ്യം ഇതിൻ്റെ ചാട്ടിൻ്റെ നമ്മള് ഫസ്റ്റ് ഇതാണ് സാധനം. ഇതിലും പറയാടാ. പറയാൻ വാക്കുകളില്ല. കൊള്ളാം, അടിപൊളി. എപ്പോഴും ട്രൈ ചെയ്യുക. എന്നെ പരിപാടി. ഓക്കെ, വി ആർ ബാക്ക്. ലിറ്റിൽ സോയിലാണ് ഇന്ന് പോകുന്നത്. ഞങ്ങൾ റാമൻ കഴിക്കാൻ പോകുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലക്ഷ്മണനെ കഴിക്കാം. ഒരുത്തന്റെ ആദ്യത്തെ റാമൻ എക്സ്പീരിയൻസ് ആണ്. ആദ്യത്തെ റാമൻ, രണ്ടാമത്തെ പറഞ്ഞു ഇല്ല, ഇതാണ് ഞാൻ സഹിക്കുന്നത്. കേട്ടല്ലോ. ഓക്കെ, റാമൻ ഫ്രീ എന്റർടൈൻമെന്റ്. അതെ, ഫ്രീ എന്റർടൈൻമെന്റ്. ഓക്കെ, ഞാൻ നല്ല കഴിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഇരുന്നിരുന്നു. താങ്ക് യു. ഓക്കെ, ഇംപ്രഷൻ ഓഫ് ലിറ്റിൽ സോയ്. ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളാം, സർവീസ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്ലി സ്റ്റാഫ്, 5 സ്റ്റാർ. ഇൻട്രസ്റ്റിംഗ്. എന്താ എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളിങ്ങനത്തെ സ്ഥലത്തൊന്നും കയറാറില്ലേ. ഓക്കെ, സെറ്റ്. ഒരു ഷോയു റാമൻ. നമുക്ക് ഇവിടെ നിന്ന് പറയാം. നോക്കാം വേറെ എന്തെങ്കിലും. ഇത് വേണ്ടല്ലോ, സൂഷി ഉണ്ടല്ലോ. ഇഷ്ടമില്ല. വറുത്ത മീൻ കഴിക്കാൻ അതെ, പിന്നെ പച്ച പറ്റും. ഫുൾ എനിക്കാണല്ലോ സ്പോട്ട് ലൈറ്റ്. അതെ, എന്ത് ചെയ്യാനാ ഇത്രയും കരിസ്മാറ്റിക് ആയിട്ട്. എന്നെ കട്ട് ചെയ്യുവാണ്. ഇത് നമ്മള് അപ്പോൾ ഇത് മാച്ചാ. അത് കോക്കനട്ട് മിൽക്ക് ഉണ്ട്, കണ്ടൻസ് മിൽക്ക് ഉണ്ട്, മാംഗോ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിനക്ക് ഇത് കുടിക്കാം, അല്ലെങ്കിൽ ഇത് ഒഴിച്ചിട്ട് കുടിക്കാം. മാച്ച ബിക്കോസ് ഐ എം എ പെർഫോമേറ്റീവ് ബീയിങ്. അത് പത്രത്തിൽ പൊക്കിക്കോ, എന്നിട്ട് അത് പൊട്ടിച്ച് അതിനകത്ത് ഒഴിച്ചോ. ഇങ്ങനെ അത് വെച്ച് മിക്സ് ചെയ്തോ. ഇനി എന്താണ് ടേസ്റ്റ്? മാംഗോ, കോക്കനട്ട്. മാച്ചയുടെ ടേസ്റ്റ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു ഹെർബൽ ടേസ്റ്റ് ആണ്. എന്തോ ഒരു ആഫ്റ്റർ ടേസ്റ്റ് പോലെ. റൂഫിൽ സ്റ്റക്കായി നിൽക്കും. പക്ഷെ കൊള്ളാം, കൊള്ളാം. 6/10. സ്റ്റാർട്ട് ചെയ്തേ. അയ്യോ, നല്ല സ്മെല്ലാണ് കേട്ടാ. ഒരു മാംഗോ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റും കൂടെ മിക്സ്. പക്ഷെ ശരിയാ, ലാസ്റ്റ് ആകുമ്പോഴത്തേക്കൊരു ഹെർബൽ ടീയുടെ ഒരു ടേസ്റ്റ്. താങ്കളാം. ഒരു മാസക്കകത്ത് പിസ്തയുടെ ടേസ്റ്റ്. മാസം പിസ്ത കറക്റ്റ്. താങ്കളാം. മാച്ച ആദ്യമായിട്ട് ട്രൈ ചെയ്തു. എങ്ങനെ? താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് തിങ്. ഫസ്റ്റ് എല്ലാം ഞാനാണോ? അതെ, ഐസിലായിട്ട് തുടങ്ങേണ്ട നീയാണ്. നീയാണല്ലോ ഇവിടുത്തെ ഗസ്റ്റ്. അതെ, അത് ശരി. ഓക്കെ ഗൈസ്,
ഡിപ്പിലും കൂടെ മുക്കിയിട്ട് നോക്കട്ടെ. എന്താണ് കളിയാ? നല്ല നല്ല ഫ്ലേവർ ഫെസ്റ്റിവൽ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഫ്ലേവർ. ചിക്കൻ പെർഫെക്റ്റ്. ഒത്തിരി ചൂയല്ല, ഒത്തിരി എന്താ പറയുക കുക്ക്ഡ് അല്ല, പക്ഷെ ഡിവർ ചെയ്യണം. സെറ്റല്ലേ? ഡെഫിനറ്റ്ലി. അപ്പൊ 2 out of 2. ഇതിപ്പോ എത്രയാണ്? 6 out of 10. 6. ഇതിപ്പോ എത്ര? 10 കൊടുക്കാമില്ല. 11. ഇത് കൊള്ളാം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഓക്കെ സെറ്റ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ക്ലിയർ ബ്രോത്ത്, എഗ് ഉണ്ട്, സീവീഡ് ഉണ്ട്, പോർക്ക് ഉണ്ട്, ബീഫ് പറഞ്ഞു, നൂഡിൽസ് ഉണ്ട്, വെജീസ് ഉണ്ട്. അന്ന് കഴിച്ച റാമനല്ല, അന്ന് ഇച്ചിറാക്കു റാമൻ കഴിച്ച്. ഇത് സോയോ റാമൻ. സോയോ റാമൻ കുറച്ചും കൂടെ ലൈറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട്, കുറച്ച് സീഡ്സ് ഒക്കെ ഉണ്ട്. ഇത് ഗോയിൻ ബി റിയലി ഫ്ലേവർഫുൾ ബട്ട് ലൈറ്റ് ഓൾവേസ് ആയിരിക്കും. ഒരുത്തിന് ഇവിടെ ചിക്കൻ കഴിച്ച് വേറെ ലോകത്തെത്തി. ദിസ് ഇസ് വൈ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുന്നത് ലൈക്ക് യു ഷുഡ് ട്രൈ ഇറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫ്ലേവർ നീ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഫ്ലേവർ കണ്ടിട്ടുണ്ടോ? ആ ഫ്ലേവറും ആ പ്രെപ്പും ഇത് തന്നെ വേറെ ലെവൽ രീതിയിൽ പ്രെപ്പ് ചെയ്തേക്കണം. സോ പ്രൈസ് ഹൈ ആണ്, ബട്ട് വർത്തിട്ടല്ലേ? അതാണ് സാധനം വെറുതെ Okay, let's see how he learns. May I open it or you? Huh? Yeah. Tier 1. This one only. Oh. This one don't move, okay? If you move this, it will not work. Just hold it a little bit tight. You're shivering. Yeah, his hand shows. Yeah. This one tight, okay? Little bit tight. Strong. Let's see. Oh no. ഇത് കിട്ടും. Yes. Yeah. Noodles is typical to Yeah. Sushi is more easier. So it's more easier to grab. താങ്ക്സ്. അതന്നെ. Yeah, boy. You want the spicy chili or fine chili flakes? Chili flakes you want? Spicy? Yeah, it will be good. Yeah. അത് സീവീഡ് ആണ്. It's the spot. ഗൈസ്, സീവീഡ് കഴിക്കരുത്. ഛർദിച്ചില്ല എന്നുള്ളൂ ഞാൻ ഇവിടെ വന്ന്. ചോപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പഠിച്ചേ. നേരത്തെ വന്ന സ്ക്വേഴ്സിനെ ഇതിന് മാച്ച് ചെയ്യുമോ എന്നുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് സാധനമാണ്. അത് നമുക്ക് എന്താ ഒരു സ്നാക്ക് ഐറ്റം. ഇത് പ്രോപ്പർ മീല്. പക്ക കംഫോർട്ട് ഫുഡ്. എന്താ പറയുക,
ഒരു ചെറിയ മഴയൊക്കെ പെയ്ത് ആരെങ്കിലും ഒക്കെ ഓർത്തിരിക്കുമ്പോൾ ഓർമ്മ എന്ന് പറഞ്ഞപ്പോഴാണ് അതങ്ങ് പോയി. കഞ്ഞിക്കകത്ത് രസം ഇടുന്നല്ലോ, പക്ഷെ രസത്തിന് ടേസ്റ്റ് കൂടുതലാണ്. ഇന്ന് കാപ്പി കുടിച്ച ഹാർട്ട് അറ്റാക്ക് വന്നു. ഇത് കൊച്ചിയിലത്തെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. വൺസ് അഗൈൻ വി ആർ കഫേ. ഫ്രം നൗ ഓൺ എൻ്റെ. അതെ, ഇവിടെ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് സാധനം ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. യെസ്, ഞാൻ ഷുഗർ കട്ടായിരുന്നു, പക്ഷെ സാരല്ല. ഹലോ കേസോ, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടില്ലല്ലോ. ഞാൻ ബ്രേക്ക് ആയിരുന്നു തോന്നുന്നു, കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു ഇവിടെ. ഇത് ഫ്രണ്ടാ ആദർശ്. ഓണർ എന്തി? വി ആർ അറ്റ് കഫേക്കാന വൺസ് അഗെയിൻ. യെസ് യെസ്, ഐ ഫീൽ ലൈക്ക് എ CEO. യൂട്യൂബിൽ മാത്രം കണ്ട സ്ഥലം. അതെ, ഇതാണ് ക്രിസ്മസ് ഡെക്കോറൊക്കെ ആയിട്ട് വരുന്ന സീൻ. നമ്മുടെ മച്ചാൻ അവിടെ അതെ നമ്മുടെ മെയിൻ സാധനം ഉണ്ടാക്കുന്നുണ്ട്, ദ നെഗ്രോണി. ഇന്ന് കേക്ക് ട്രൈ ചെയ്യാം, ഹേസൽനട്ട് ഫ്ലാൻ. സീ ഹൗ ഗുഡ് ഇറ്റ് ഇസ്. ആൻഡ് അവിടെ നെഗ്രോണി സ്റ്റിൽ ബീങ് പ്രിപ്പയർഡ്. എന്താ ഹേസൽനട്ട് ഫ്ലാൻ നട്ട് കഴിച്ചോക്ക്. എനിക്ക് ഭയങ്കര ഓക്കെ. ഓ, എല്ലാരെയും അങ്ങ് ഡിസപ്പോയിന്റഡ് ആക്കിയാലോ? ഓ ക്രൂവൽ. നോ, ഐ എം നോട്ട് ദാറ്റ് ക്രൂവൽ. ആ മുകളിലത്തെ സാധനം എല്ലാം കൂടെ മിക്സ് കിട്ടുമ്പോൾ എനിക്കിത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് തോന്നുന്നു. ഭയങ്കര സ്വീറ്റ് തന്നെ. ഞാൻ ഷുഗർ കട്ടാ, ഇന്ന് ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഷുഗർ കട്ട് നോക്കുന്നില്ല. എൻ്റെ എന്താ ഇത്ര കട്ടി? ഇത് ഫുള്ളി ഞാൻ വായിലോട്ട് എങ്ങനെ ഇടും? എന്തൊരു വല്ലാത്തൊരു റിയാക്ഷൻ ആണല്ലോ. ക്രീമി, ഒത്തിരി സ്വീറ്റ് അല്ല, പക്ഷെ സ്വീറ്റാണ്. നമുക്ക് ആ ഒരു സ്വീറ്റ് പോയിന്റ് ഇല്ലേ, മീറ്റ് ചെയ്യുന്നു, കൊള്ളാം. ആൻഡ് മെയിൻ സാധനം നമ്മുടെ മുത്തുണ്ടനുണ്ട്, നമ്മുടെ സ്ഥിരം സാധനം ദ നെഗ്രോണി. സോ ലെറ്റ്സ് സീ അവന് ഇഷ്ടാവുമെന്ന്. കോഫി എനിക്കിപ്പോൾ ഇതിൻ്റെ സ്വീറ്റ്നെസ് ഇരിക്കുക ആണല്ലേ. കുറച്ച് വെള്ളം വേണോ? വെള്ളം. ബ്ലാക്ക് കോഫിയാണ് കുടിക്കാൻ, മധുരമില്ലാത്ത ബ്ലാക്ക്. മധുരമില്ലാത്ത ബ്ലാക്ക്. എന്നാൽ കുടിച്ച് നോക്കൂ. സോ നെഗ്രോണിയാണ് പതിയെ. ഫസ്റ്റ് എനിക്ക് വന്നത് ഓറഞ്ചിൻ്റെ ടാങ്കീസ്. അത് കഴിഞ്ഞൊരു ഒരു നമ്മുടെ സാധാ ഒരു ഫ്ലേവർ. അത് കഴിഞ്ഞിട്ടൊരു ഭയങ്കര ഡാർക്ക് ബിറ്റർ കിക്ക്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ട് തവണ കിക്ക് വരും. ഫസ്റ്റ് ഒരു മൈൽഡ് കിക്ക്, അത് കഴിഞ്ഞൊരു നല്ല കിക്ക്, രണ്ടാമത്തെ കിക്ക് അടിപൊളി. യാ, ഒരു 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 ടാങ്കിനെസ് ഉണ്ട് ചെറുതായിട്ട് അവിടെ. മറ്റേ ആ കിക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു ടാങ്കി ആ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ ക്ലാഷ് ആകുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗുഡ് ഗുഡ് ഗുഡ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് നീ ഉറങ്ങൂല. കൊള്ളാം, ഈ സാധനം കൊള്ളാം. അത് കോൾഡ് ബ്രൂ പറ്റല്ലേ? ഒരുത്തൻ കോഫി അടിച്ച് പ്രാന്തായി. അത് 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 ഇറങ്ങുന്നോടും വരെ ഒരു ടേസ്റ്റ് ഇല്ല. ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു എന്താ എന്താ ആ ഒരു ഇതില്ലേ, ഒരു ചവർപ്പ്. സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലവും കൊള്ളാം. അതാണ് ഇവിടെ തന്നെ കിട്ടുമോ നൈഫ് അൺബോക്സ് ചെയ്യാനോ? നൈഫ് ഒന്നും ഉണ്ടാവുന്ന ചെറിയ താക്കോലുണ്ട്. ഇവിടത്തിനോട് എന്തോ കാര്യമായിട്ട് അൺബോക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി, ഫുഡൊക്കെ കഴിഞ്ഞ് ഇവരുടെ വയറൊക്കെ ഫുള്ളായിട്ട് സെറ്റ് സാധനമായിരുന്നു. ഹായ് ഗൈസ്. അപ്പോൾ ഇവൻ്റെ അൺബോക്സിങ് നോക്കട്ടെ. ഞാനൊരു മൾട്ടിപ്പിൾ 500 രൂപ കൊടുത്ത് ഒരു ലിമിറ്റഡ് എഡിഷൻ മിന്റ് ബോക്സ് മേടിച്ചിരിക്കുകയാണ്. 500 രൂപ
10 രൂപയുടെ മിഠായി മേടിക്കാത്തവർ 500 രൂപയുടെ മിൻറ്റ് മേടിക്കണം. ഇറ്റ്സ് ഫാൻസി ലിമിറ്റഡ് എഡിഷൻ. ഓക്കെ ഓക്കെ. ഓ ഹായ്. കണ്ടു. ഇതെങ്ങനെ തുറക്കുന്നു? ഇത് കയറിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടവൻ. ഓക്കെ. ഓ You got first. Oh my god. What? Oh my god. ഈ ഓമയെ കൂടി ഇങ്ങോട്ടും വരുമോ? Oh my god. ഇതേ First one. Second one. ആനാ. Okay. Third one. ദേ സാധനം കൊള്ളാം. Okay. ഫസ്റ്റ് നമ്മൾ ഏത് തുറക്കും? Aesthetic. വക്കുമ്പോക്കും അത്തിപ്പഴം കൊത്തി തിന്നാൻ തത്തമൈന പ്രാവേ നീ പൊക്കോളൂക. നമ്മൾ ഫസ്റ്റ് ഇത് തുറക്കും. ഓക്കെ. തുറന്നു തരാത്ത. ഓക്കെ, തുറന്നു. ഓക്കെ. ഗ്രാൻഡ് റിവീൽ. ഭയങ്കര മണം. ഓ ഇത് ഒന്നും കാണുന്നില്ലല്ലോ. ഭയങ്കര പോട്ടന്റ് സാധനം. നോക്കട്ടെ കേട്ടോ. ഒരു 10-15 പോൾ ഒരുമിച്ച് ചെയ്യണ പോലെ. കൊള്ളാം. കൊള്ളാം. 140 രൂപയ്ക്ക് അല്ല, 140 അല്ലേ, 150 രൂപയ്ക്ക് ഇത് വേർത്താണോ? ഒരിക്കലും. ബട്ട് ഫോർ ദ ബോക്സ് ഫോർ ദി ഹിസ്റ്ററി, ഫോർ ദ വൈബ്സ്. അതെ. എന്നാ ഇതൊരു കൂൾ ഫാക്ടറാ. ടിക്ടാക്ക് പേഴ്സിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ല. ഓക്കെ, യു വാണ്ട് മിന്റ് ഹിയർ. ഓക്കെ മറ്റേ ആഡ് ചെയ്തല്ല ക്ലോസപ്പിന്റെ. ഓക്കെ, ഗുഡ്. അപ്പൊ അതാണ് നമ്മുടെ മിന്റിന്റെ റിവ്യൂ. വൺ ടൈം ബൈ. പക്ഷെ നമ്മളെല്ലാം വൺ ടൈം ബൈ ആണല്ലോടാ. നമ്മളും വൺ ടൈം ബൈ ആടാ. പക്ഷെ ഞാനിത് തീർന്നാൽ ഇനിയും മേടിക്കും, കാരണം എനിക്ക് ബോക്സ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഓക്കെ, ഞങ്ങളുടെ അൺബോക്സിങ് റിവ്യൂ കഴിഞ്ഞു. അതോടെ ഈ വ്ളോഗ് ഇവിടെ തീർക്കുകയാണ്. രാത്രി 1 മണിയെങ്ങാണ്ടായി. പോട്ടെ, കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ, ബൈ. എവിടെ ബൈ പറയടാ. ബൈ. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്.